പത്തനംതിട്ടയില് റാന്നിയിൽ ഗ്യാസ് ക്രിമിറ്റോറിയത്തിൽ തീ പടർന്ന ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. സംസ്കാര ചടങ്ങിൽ കർപ്പൂരം കത്തിച്ചപ്പോഴായിരുന്നു തീ ആളിപ്പടർന്നത്. പുതമൺ സ്വദേശിയായ ജിജോ പുത്തൻപുരയ്ക്കലിന് പൊള്ളലേറ്റു. ദൃശ്യങ്ങളിലേക്ക് പോകാം. ശ്രീരാജെ, ഈ വലിയ അപകടമാണ്. ദൃശ്യങ്ങളിൽ കാണാം, ഈ കർപ്പൂരം കൊണ്ട് വയ്ക്കുമ്പോൾ തീ ആളിപ്പടരുകയാണ്. ഇപ്പോൾ ഈ പൊള്ളലേറ്റ ആളുടെ ആരോഗ്യനില എങ്ങനെയാണ്? എന്താണ് അവിടെ സംഭവിച്ചത്? ഗ്യാസ് ക്രമറ്റോറിയത്തിന്റെ ജീവനക്കാർക്ക് വീഴ്ച വന്നിട്ടുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റിനോടക്കം സംസാരിക്കുമ്പോൾ അങ്ങനെയാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള വിവരം ലഭിക്കുന്നത്. കാരണം ഇത്തരത്തിൽ ഗ്യാസ് ക്രമറ്റോറിയത്തിൽ ഇതിനുള്ളിൽ അങ്ങനെ മതാചാര ചടങ്ങുകൾ നടത്താൻ പാടില്ല എന്നുള്ള നിർദ്ദേശമുണ്ട് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നുണ്ട്. പക്ഷേ അവിടെ ഇത്തരത്തിൽ കർപ്പൂരം കത്തിച്ച് ചിതയ്ക്ക് തീ കൊളുത്തുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ ആ ചിതയ്ക്ക് തീ കൊളുത്തുന്നതിനിടയിലായിരുന്നു തീ ആളിപ്പടരുന്നത്. സാധാരണഗതിയിൽ ജീവനക്കാരാണ് ഈ ക്രിമിറ്റോറിയത്തിനുള്ളിൽ തീ കത്തിക്കുന്നത്. പക്ഷേ ഇവിടെ പുത്തൻപുരയ്ക്കൽ സ്വദേശിയായ ജിജോ ആണ്, പുതുമൺ സ്വദേശി ജിജോ ആണ് ഇത്തരത്തിൽ ചിതയ്ക്ക് തീ കൊളുത്തുന്നത്. ബന്ധുവാണ്, ജിജോയുടെ അടുത്ത ബന്ധുവിൻ്റേതായിരുന്നു മരണം സംഭവിച്ചത്. പക്ഷേ ഇവിടെ ജീവനക്കാർക്ക് വീഴ്ച വന്നിട്ടുണ്ട് എന്നതാണ് പഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം. കാരണം ഇത്തരത്തിൽ ഇതിനുള്ളിൽ തീ കൊളുത്തണമെങ്കിൽ അത് ജീവനക്കാരായിരിക്കണം, അല്ലാതെ ഈ ആളുകൾ ബന്ധുക്കൾക്ക് അങ്ങനെ തീ കൊളുത്താൻ സാധാരണഗതിയിൽ അനുവദിക്കാറില്ലായിരുന്നു. പക്ഷേ ഇവിടെ ഈ തീ കൊളുത്തുന്നതിനിടയിൽ തീ ആളിപ്പടരുകയായിരുന്നു. തീ ആളിപ്പടരാനുണ്ടായ കാരണം ഗ്യാസ് തുറന്നു വിട്ടതാണ്. അങ്ങനെയെങ്കിൽ തുറന്നു വിട്ടതിലും ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ ആളുകൾ നിൽക്കുന്ന ഘട്ടത്തിൽ തീ കൊളുത്തുന്നതിന് മുൻപായി ഇത്തരത്തിൽ ഗ്യാസ് ഇത്രത്തോളം തുറന്നു വിടാറില്ല. അത്ര വലിയ അളവിൽ ഗ്യാസ് തുറന്നു വിട്ടതോടുകൂടിയാണ് തീ പുറത്ത് നിൽക്കുന്ന ആളുകളിലേക്കും പടരുന്ന രീതിയിലേക്ക് തീ ആളിപ്പടരാൻ കാരണമായത്. എന്തായാലും ഇയാൾക്ക് ജിജോയ്ക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് വലിയ അപകടം. വലിയൊരു കർപ്പൂരമായിട്ട് ചെല്ലുമ്പോൾ തന്നെ തീ ആളിപ്പടരുന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീരാജ് ബാബു.